ഡെവിൾസ് ലവ്. രചന നന്ദന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അവളെ നോക്കി കണ്ണുകൾ ചിമ്മി കാണിച്ചു. പെട്ടെന്നാണ് അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീദേവി അവൻ ശ്രദ്ധിക്കുന്നത്. തനുവിന് നേരെയുള്ള അവരുടെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ടതും അവന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. തനു അതേ പോയിക്കോ. ഇനി അവൾ അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അവളോട് അകത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്താ ദത്ത, മോളുടെ മുഖാകെ വാടിയിരിക്കുന്നുണ്ടല്ലോ. ഇവിടുന്ന് പോയതുപോലെയല്ല, എന്തോ ഒരു വിഷമം മനസ്സിൽ കിടന്ന് തട്ടുന്നുണ്ട്. അവളകത്തേക്ക് കയറിപ്പോയെന്ന് ഉറപ്പായതും രാജേശ്വരി ദത്തനോടായി ചോദിച്ചു. അതപ്പച്ചി. അതും പറഞ്ഞുകൊണ്ട് അവൻ തനുവിന്റെ വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവരോടായി പറഞ്ഞു. ഓ, അപ്പൊ സത്യങ്ങൾ അറിഞ്ഞ ക്ഷീണത്തിൽ കുറ്റിയും പറിച്ചിങ്ങ് പോന്നാളല്ലേ ശല്യം. അപ്പൊ ഉടനെയൊന്നും ഇവിടുന്ന് കെട്ടിയടിക്കില്ല. ശ്രീദേവി വിഷം തുപ്പാൻ തുടങ്ങിയതും ദത്തൻ അവരെയും സൂക്ഷിച്ചു നോക്കി. ഏടത്തേക്ക് ഇതെന്താ, സ്വന്തം മകൻ സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുമ്പോൾ സഹിക്കുന്നില്ലേ? ആ ഒരു സംസാരം ഇഷ്ടപ്പെടാതെ രാജേശ്വരി പറഞ്ഞു. എന്റെ മകൻ സന്തോഷത്തോടെ ജീവിക്കണം തന്നെയാ എന്റെ ആഗ്രഹം രാജി. പക്ഷേ അത് അവളുടെ കൂടെ അല്ല. രാജേശ്വരിയുടെ വാക്കുകളെ പൂർണ്ണമായി എതിർത്തുകൊണ്ട് ശ്രീദേവി പറഞ്ഞു. തനുവാണ് ദത്തന്റെ ഭാര്യ. ഏടത്തിനി എത്ര എതിർത്താലും അതിനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. രാജേശ്വരി പറഞ്ഞു. ശ്രീദേവി അവരൊന്ന് രൂക്ഷമായി നോക്കി. ഈ കാര്യത്തിൽ നീയാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയാം രാജി. നമ്മുടെ കുടുംബം നശിപ്പിച്ചവിടെ ചോരയാ നീ ഇവിടെ അരിയിട്ട് വാഴിക്കാൻ പോകുന്നു. അത് നീ മറന്നുപോരുത്. രാജേശ്വരി നോക്കി ശ്രീദേവി ദേഷ്യത്തോടെ പറഞ്ഞു. ഏടത്തിക്കത് എന്താ, ഏത് സമയം നമ്മുടെ കുടുംബം നശിപ്പിച്ചവൾ അതിന് തന്നു എന്ത് ചെയ്തു? അന്ന് അവൾ ജനിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. ശ്രീദേവി പറയുന്നത് കേട്ട് രാജേശ്വരിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നിയിരുന്നു. അപ്പോഴാണ് അവർ തൊട്ടരികിൽ നിൽക്കുന്ന ദത്തനെ ശ്രദ്ധിക്കുന്നത്. മുഖമെല്ലാം വലിഞ്ഞു മുറുകി കയ്യിലെ മുഷ്ടിയുരുട്ടി പിടിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ദത്തനെ അവരൽപ്പം ഭയത്തോടെ തന്നെ നോക്കി നിന്നു. നീ അവൾക്ക് വേണ്ടി എന്നോട് വാദിക്കാൻ നിൽക്കേണ്ട രാജി. രേവതിയുടെ കുടുംബത്തിലെ ഒറ്റൊരെണ്ണത്തിന് എനിക്ക് ഇഷ്ടമല്ല. അത് അവിടെ അനിയത്തി ആ കൊച്ചു പെണ്ണാണെങ്കിൽ പോലും ശരി. അവറ്റകളൊന്നും എനിക്ക് കണ്ണീ നേരം പോലെ പിടിക്കില്ല. അപ്പോഴല്ലേ ഒരുത്തി ഇവിടെ എന്റെ മകന്റെ ഭാര്യയിട്ട് കെട്ടിക്കയറി വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഒരിക്കലും അംഗീകരിച്ചിരുന്ന ആരും കരുതണ്ട. ശ്രീദേവി വാശിയോടെ പറഞ്ഞു നിർത്തിയതും ദത്തന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. ഒരു നിമിഷം അവന്റെ അപ്പോഴത്തെ ആ കോപത്തിൽ അവർ പോലും ഒന്ന് ഭയന്നുപോയി. ദത്ത മോനെ, അവരെന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈയെടുത്ത് അവരെ തടഞ്ഞു. ഇനി ഒരക്ഷരം പോലും അമ്മ അവളെ കുറിച്ച് പറയരുത്. അവൻ കൈയുയർത്തി അവരോടായി പറഞ്ഞു. അവർ അത്ഭുതത്തോടെ അവരെ നോക്കി നിന്നു. തെറ്റെന്റേതാ. പ്രണയിച്ച പെണ്ണിനെ പ്രതികാരത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ദ്രോഹിച്ചതാ ഞാൻ ചെയ്ത തെറ്റ് തിരുത്താൻ ശ്രമിക്കുമ്പോ അമ്മ അവളെ വീണ്ടും ദ്രോഹിക്കാൻ ശ്രമിക്കുകയാണോ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ശ്രീദേവി അവന്റെ ഭാവമാറ്റത്തിൽ പകച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി നിന്നു. എല്ലാം മറന്നേക്കമ്മ. രേവതി എന്ന സ്ത്രീ ചെയ്ത തെറ്റിന് അമ്മ ഇനി തനുവിനെ ദ്രോഹിക്കാൻ ശ്രമിക്കേണ്ട. അവളൊരു പാവ. അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. അല്ല, മനസ്സിലായിട്ടും പ്രതികാരത്തിന്റെ പേരിൽ ഞാനത് മറച്ചു വെച്ചു. പക്ഷെ ഇനി എനിക്കതിനെ കൊണ്ട് കഴിയില്ല. അവളെന്റെ ഭാര്യ, ഈ ദത്തന്റെ ആത്മാവിൽ അലിഞ്ഞവൾ. ഈ ജന്മവും ഇനിയുള്ള 7 ജന്മങ്ങളിലും അവൾ തന്നെയായിരിക്കും എന്റെ പാതി. ദത്തന്റെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും ഞെട്ടിലോടെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ശ്രീദേവി. അവന്റെ ആ ഭാവം അവർക്ക് അവിശ്വസനീയമായിരുന്നു. ഇത് അമ്മയോട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള, എന്നിട്ടും അമ്മ. അവൻ ദേഷ്യത്തോടെ പറഞ്ഞ് അവർ മുഖം കുനിച്ചു. അതുകൊണ്ട് ഇനി ഞങ്ങളെ പിരിക്കാനായിട്ട് ആരും ശ്രമിക്കണ്ട. അതിന് ശ്രമിക്കുന്നവരാരെയും ഈ ദത്തം വെറുതെ വിടില്ല. അവരിരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞ ശേഷം ഗൗരവമാർന്ന മുഖത്തോടകത്തേക്ക് കയറിപ്പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി ഏടത്തി? തനുമോളെ ദത്തം പൂർണ്ണമായിട്ടും സ്നേഹിച്ചു തുടങ്ങി. ഇനി ആവശ്യമില്ലാതെ അവരുടെ കാര്യങ്ങൾ കയറി ഇടപെടാനോ അവർ തമ്മിൽ പിരിക്കാനോ ശ്രമിച്ചാൽ ഏടത്തി തോറ്റുപോവുകയുള്ളൂ. അതുപോലെ വല്ലവരും ചെയ്ത തെറ്റിന്റെ പേരിൽ ആ കുഞ്ഞിനെ ദ്രോഹിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഇനി ആദ്യം ഏടത്തിക്കെതിരെ നിൽക്കുന്നത് സ്വന്തം മകൻ തന്നെയായിരിക്കും. ശ്രീദേവി നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് രാജേശ്വരി നെടുവീർപ്പോടകത്തേക്ക് കയറിപ്പോയി. അപ്പോഴും ദത്തന്റെ അപ്രതീക്ഷിതമായ പെരുമാറ്റത്തിൽ തറഞ്ഞിരിക്കുകയായിരുന്നു ശ്രീദേവി. രാത്രിയിൽ ബാൽക്കണിയിലെ റെയിലിംഗിൽ ചാരിയുന്നുകൊണ്ട് സിഗരറ്റിന്റെ പുക പുറത്തേക്ക് ഊതിവിടുമ്പോൾ ദത്തന്റെ മനസ്സ് മുഴുവൻ തന്നു പറഞ്ഞ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതോടൊപ്പം ശ്രീദേവിക്ക് അവളോടുള്ള പെരുമാറ്റവും അവനെ അസ്വസ്ഥനാക്കി. അമ്മയ്ക്ക് തനുവിനോടുള്ള ആറ്റിറ്റ്യൂഡ് അറിയാമെങ്കിലും അതിനെതിരെ താൻ ഇതുവരെ യാതൊന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങനെയായിരുന്നില്ല. അമ്മയോട് രൂക്ഷമായ ഭാഷയിലാണ് താൻ സംസാരിച്ചത്. അതൊരിക്കലും അമ്മക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവൻ നെടുവീർപ്പോടെ ഓർത്തു. അമ്മയെ പറഞ്ഞു മനസ്സിലാക്കണം. അമ്മയുടെ പൂർണ്ണ സമ്മതത്തോടെ വേണം അവളുടെ തന്റെ ഭാര്യയായിട്ട് കഴിയാൻ. അമ്മയെ മാത്രമല്ല, അച്ഛനെയും. പുറമേ കാണിക്കുന്നില്ലെങ്കിലും അച്ഛൻ അവളോട് നീരസം തന്നെയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവൻ മനസ്സിൽ പറഞ്ഞൊരു പഫ് കൂടി എടുത്തു. തെറ്റെന്റെ തന്നെയാ. ഒരിക്കലും പ്രതികാരമെന്ന ചിന്തയോടെ താൻ അവൾ ഒന്നിനു വേണ്ടിയും തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു. ആരും ചിന്തിച്ചുകൊണ്ട് കയ്യിരുന്ന സിഗരറ്റ് നിലത്തേക്കിട്ടുകൊണ്ട് ചവിട്ടി അരച്ചു. ശേഷം ബാൽക്കണിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന കെയിൻ സ്വിങ്ങിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ പതിയെ കണ്ണുകൾ അടച്ചു. എത്ര സമയം അങ്ങനെ ഇരുന്നു എന്നറിയില്ല. ഓരോരോ ചിന്തകളാൽ അവന്റെ മനസ്സാകെ അസ്വസ്ഥമായി കൊണ്ടിരുന്നു.
പെട്ടെന്ന് തന്നെ മുന്നിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയതും അവൻ പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിൽ തന്നെ നോയിക്കൊണ്ട് നിൽക്കുന്ന തനുവിനെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്താ തനു? അത് കഴിക്കാൻ വരാൻ പറഞ്ഞ അപ്പച്ചി. ആൾ പറഞ്ഞു കേട്ട് അവനും ചിരിച്ചു. താമ്പിക്കും, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അവൻ പറഞ്ഞു. ആളും തലകുലിക്കൊണ്ട് തിരിഞ്ഞടന്നു. തനു? പെട്ടെന്ന് അവൻ പിന്നിൽ നിന്ന് വിളിച്ചതും ആളൊന്ന് തിരിഞ്ഞു നോക്കി. ആളുടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആളുടെ മുന്നിലേക്ക് നടന്നു വന്നിരുന്നു. അത് എൻ്റെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തനിക്ക് സമ്മതമാണോ? യാതൊരു മുഖവരെയും കൂടാതെയുള്ള അവൻ്റെ ആ ചോദ്യത്തിൽ അവൾ പകപ്പോടെ അവനെ തന്നെ നോക്കി നിന്നുപോയി. ഇപ്പം ഇങ്ങനൊരു ആവശ്യം തന്നോട് പറയാൻ കാരണമുണ്ട്. ആളുടെ മുഖഭാവം കണ്ടത് അവൻ ഗൗരവത്തോടെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ പേരിൽ ഞാൻ തന്നെ നിർബന്ധിക്കില്ല. തനിക്ക് കഴിയുമെങ്കിൽ മാത്രം മതി. ആൾ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞ് വാഷ്റൂമിലേക്ക് കയറി. അപ്പോഴും അവൻ പറഞ്ഞ വാക്കിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു തനു. രാത്രിയിൽ തനുവിന് ഉറങ്ങാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ദത്തൻ പറഞ്ഞ കാര്യങ്ങളോർത്ത് അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. അവൾ കട്ടിൽ തിരിഞ്ഞു മറിഞ്ഞും കിടക്കാൻ തുടങ്ങി. എപ്പോഴും അവളുടെ കണ്ണുകൾ തന്റെ തൊട്ടരികിലായി കിടക്കുന്ന ദത്തന്റെ നേർക്കൊന്ന് പാളി വീണു. കണ്ണിന് മുകളിലായി വലം കൈവച്ച് മറന്നിടയ്ക്കായിരുന്നു അവൻ. ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു. പിന്നീട് എപ്പോഴും അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പതിയെ ബാൽക്കണിയിലേക്കുള്ള ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതും തണുത്ത ശീതക്കാറ്റയുടെ മുഖത്തേക്ക് വന്ന് തട്ടി. ഒരു നിമിഷം അതിന്റെ കുളിർമയിൽ അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് നിന്നു. ശേഷം ബാൽക്കണിയിലെ സോപാനത്തിലേക്ക് കയറിയിരുന്നുകൊണ്ട് അവൾ പുറത്തേക്ക് കണ്ണുകൾ നട്ടു. ആ നിമിഷം അവളിലേക്ക് വല്ലാത്തൊരു ആശ്വാസം നിറഞ്ഞു വന്നു. മനസ്സിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന ടെൻഷനെല്ലാം ഒഴിഞ്ഞു പോകുന്ന പോലെ അവൾക്ക് തോന്നി. പതിയെ അവൾ കാൽമുട്ടിലൂടെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് മുഖം അവിടെ അമർത്തി വെച്ച് കിടന്നു. നിമിഷങ്ങൾക്കകം അവളുടെ കണ്ണുകൾ അടഞ്ഞു. പതിയെ അവൾ നിദ്രയെ പുൽകി. ഉറക്കത്തിനിടയിൽ എപ്പോഴോ തിരിഞ്ഞിടുന്നപ്പോഴാണ് ദത്തിന് തന്റെ അരികിൽ കിടന്ന ആളിനെ കാണുന്നില്ലെന്ന് മനസ്സിലായത്. അവൻ ഞെട്ടിലോടെ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് ചുറ്റിനും നോക്കി. അപ്പോഴാണ് ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ സംശയത്തോടെ നെറ്റി ഒളിച്ചിട്ട് അവിടേക്ക് നടന്നു. വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മുട്ടിൽ മുഖം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഇരുന്നുറങ്ങുന്ന പെണ്ണിന്റെ മുഖത്തേക്കാണ് അവന്റെ കണ്ണുകൾ പതിഞ്ഞത്. ഇവൾക്ക് അകത്ത് സ്ഥലമില്ലായിട്ടാണോ ഇവിടെ വന്നിരുന്ന് ഉറങ്ങുന്നു? അതും പറഞ്ഞുകൊണ്ട് അവനോട് അരികിലേക്ക് ചെന്ന് അവളെ തട്ടി വിളിച്ചു. തനു, ഏയ് തനു. അവൻ അവളുടെ തോൾ തട്ടി വിളിച്ചപ്പോഴേക്കും അവളൊന്ന് കുറുകിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്ന ദത്തനെ കണ്ടതും അവളൊന്ന് പകച്ചു. പിന്നീടാണ് അവൾക്ക് സ്ഥലകാലബോധം വന്നത്. അവൾ പതിയെ സോപാനത്തിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി. താനെന്തിനാ ഇവിടെ വന്നിരുന്ന് ഉറങ്ങുന്നത്? അകത്തേക്കും സ്ഥലമല്ലേ? അവൻ കുറച്ച് ഗൗരവത്തിൽ തന്നെ അവളോട് ചോദിച്ചു. അത് പിന്നെ ഞാൻ അവിടെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അതാ കുറച്ച് സമയം ഇവിടെ വന്നിരിക്കാന്ന് കരുതിയത്. പക്ഷെ ഇവിടെ നിന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴോ അങ്ങനെ ഉറങ്ങിപ്പോയി. അവൾ ജാളിതോടെ പറഞ്ഞു. അവന്ന് പുഞ്ചിരിച്ചു. വാ, ഇവിടെ അങ്ങനെ അധികം സമയം ഇരിക്കണ്ട, നല്ല തണുപ്പുണ്ട്. അവൻ അതും പറഞ്ഞുകൊണ്ട് അവളെ കൂട്ടി അകത്തേക്ക് നടന്നു. റൂമിനകത്തേക്ക് കയറിയതും തന്നെ നേരെ കട്ടിലേക്ക് പോയിരുന്നു. അപ്പോഴേക്കും ദത്തൻ വാതിൽ നോക്കിയതുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർത്തുകൊണ്ടാണ് ഈ ടെൻഷനെങ്കിൽ അത് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഒന്നിനും ഞാൻ തന്നെ നിർബന്ധിക്കില്ല. തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി. എന്തായാലും താൻ എന്നെ അംഗീകരിച്ചില്ലെങ്കിലും ഈ ജന്മം മുഴുവൻ എൻ്റെ ഭാര്യയായിട്ട് താൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിക്കാതെ ഇനി ഇങ്ങനൊരു ആവശ്യം എന്നോട് പറയില്ലെന്നല്ലേ അന്ന് പറഞ്ഞ്? പിന്നെന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം? ഒന്നും മടിച്ചുവെങ്കിലും അവൾ തന്നെ മനസ്സിൽ തോന്നിയ സംശയം അവനോടായി ചോദിച്ചു. നിങ്ങളുള്ള പ്രതികാരം തീർക്കാൻ ഇങ്ങനൊരു വഴി തെരഞ്ഞെടുത്ത് തന്നെ ഒരു കുഞ്ഞു വേണമെന്നുള്ള മോഹം മനസ്സിൽ പതിഞ്ഞു പോയതുകൊണ്ടാ. അവൻ പറഞ്ഞിട്ട് അവൾ നെറ്റി വിളിച്ചിട്ട് അവനെ തന്നെ നോക്കി. എൻ്റെ കുഞ്ഞമ്മാവൻ്റെ കാര്യങ്ങളൊക്കെ തനിക്കറിയാലോ. സൂര്യമംഗലത്തെ സൂര്യനാരായണൻ. വല്ലാത്തൊരു പ്രൗഢിയും ആഡിത്വ അദ്ദേഹത്തിന്. ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ. അന്നത്തെ സംഭവങ്ങളിൽ രേവതി ചതിച്ചതിനേക്കാൾ ഉപരി തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതായിരുന്നു അദ്ദേഹത്തെ ആകെ തകർത്ത് കളഞ്ഞ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നാട് തന്നെ ഉപേക്ഷിച്ചു പോയത്. ഇപ്പം ഏകദേശം 20 വർഷത്തിലേറെയായി അദ്ദേഹം പോയിട്ട്. ജീവനോടെ ഉണ്ടോയെന്ന് പോലും അറിയില്ല. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു അദ്ദേഹം എവിടെയോ ജീവനോടെ തന്നെ ഉണ്ടെന്ന്. അധികം വൈകാതെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന്. അന്ന് അദ്ദേഹത്തിന് സമ്മാനമായി നൽകാൻ എൻ്റെ കയ്യിലൊരു നിധി വേണം. എൻ്റെ കുഞ്ഞ്, മനക്കര ദേവദത്തിന്റെ ചോരയിൽ പിറന്ന കുഞ്ഞ്. അവൻ പറഞ്ഞിട്ട് അവളൊരു നിമിഷം അവനെ തന്നെ നോക്കിയിരുന്നു. അതായിരുന്നു ആഗ്രഹമെങ്കിൽ അതിന് ഈ സറോഗസിയുടെ ആവശ്യം എന്തായിരുന്നു? കഴുത്തിൽ താലിയാർത്തി ഒരു പെണ്ണിനെ സ്വീകരിച്ചാൽ മാത്രം മതിയായിരുന്നല്ലോ. മനക്കര ദൈവത്തിന്റെ താലിയുടെ അവകാശം അവൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പെൺകുട്ടികൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. അവൾ ചെറിയ കുശുമ്പോടെ പറഞ്ഞു. അവന്റെ ചുണ്ടിലെ പുഞ്ചിരി വിടർന്നു. അങ്ങനെ എന്റെ താലിയുടെ അവകാശിയായിക്കൊണ്ട് തന്നെയാ ഒരുവളെ ഞാൻ കൈപിടിച്ച് മനക്കിലേക്ക് കയറ്റിയത്. അവനും അതേ കുറുമ്പോടെ തന്നെ മറുപടി പറഞ്ഞു. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവനെ നോക്കിയിരുന്നു. അത് കണ്ടതും അവനൊരു ചിരിയോടെ അവളുടെ കൈ കവർന്നു. ഒരു വിവാഹമൊന്നും എന്റെ മനസ്സിലില്ലായിരുന്നല്ലോ. തന്നെ കാണുന്നവരെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഇഷ്ടം തോന്നിയ പെണ്ണ്. അവള് ശത്രുവിന്റെ മകളാണെന്ന് അറിഞ്ഞിട്ടും വിട്ടുകളയാൻ മനസ്സ് വന്നില്ല. എന്നാൽ പ്രതികാരം ചെയ്യാതിരിക്കാനും തോന്നിയില്ല.
അതാണ് തന്നോട് അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്. എന്നോട് ക്ഷമിക്കാൻ കഴിയില്ല തനിക്ക്? അവൻ ദയനീയമായി ചോദിച്ചു. അവൾ മറുപടിയും നൽകാതെ മറ്റെങ്ങോട്ടോ നോക്കിയിരുന്നു. ഇറ്റ്സ് ഓക്കെ, എനിക്ക് മനസ്സിലാവുന്ന എൻ്റെ അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാത്തിരുന്നോളാം, എത്ര നാൾ വേണമെങ്കിലും. പക്ഷെ ഒരിക്കലും തനുശ്രീ ചന്ദ്രശേഖരന് ഈ ദേവതത്തിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല. അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവൾ നിർവികാരതയോടെ അവനെ നോക്കിയിരുന്നു. ആ സമയരൂടായി, ഇനിയോരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കാതെ വേഗം കിടന്നുറങ്ങാൻ നോക്ക്. അവൻ അവളോടായി പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് കയറി കിടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവന്റെ കയ്യിൽ അവളുടെ പിടി വീണു. സംശയത്തോടെ നെറ്റി വിളിച്ചുകൊണ്ട് നോക്കുന്നവനെ അവൾ പതർച്ചയോടെ നോക്കി. എന്താ തനു? അവൻ സംശയത്തോടെ ചോദിച്ചു. അവൾ മുഖം താഴ്ത്തി. എനിക്കറിയില്ല നിങ്ങളോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയുമെന്ന്. ഞാനതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാലം വായിക്കാതെ മുറിവുകളുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം തരണം. അവൾ പറഞ്ഞു കേട്ട് അവനൊരു പുഞ്ചിരിയോടെ അവളെ കവിളിലും തട്ടി. കിടന്നു, അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവനവളെ കട്ടിലേക്ക് ചായച്ച് കിടത്തി. ശേഷം അവനവളുടെ അരികിലായി കിടന്നുകൊണ്ട് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒന്ന് വിറച്ചു പോയ തനു അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ വിടാതെ മുറുക്കെ പിടിച്ചു. ഉറങ്ങിക്കോ, തോളിൽ മൃദുവായും തട്ടിക്കൊണ്ടവൻ പറഞ്ഞു. പിന്നെ അവൾ അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചില്ല. പതിയെ അവന്റെ നെഞ്ചിലെ താളത്തിൽ കണ്ണുകൾ മെല്ലെ അടയുമ്പോൾ ആദ്യമായി പൂർണ്ണ മനസ്സോടെ തന്റെ പെണ്ണ് തന്നെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നതിന്റെ സന്തോഷത്തിൽ അവനും നിദ്ര പുൽകി. ദിവസങ്ങൾ ആരെയും കാക്കാതെ ഓടി മറഞ്ഞു. അതിനിടയിൽ തനുവിന് ദത്തിനോടുള്ള സമീപനത്തിൽ പ്രകടമായ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും അവന്റെ പ്രഹരത്താൽ തകർന്നുപോയ അവളുടെ മനസ്സിപ്പോൾ അവന്റെ സ്നേഹത്തിനും കെയറിങ്ങിലും അവനുമായി അടുത്തുകൊണ്ടിരുന്നു. അവളുടെ മാറ്റങ്ങൾ അവനും മനസ്സിലാക്കിയിരുന്നു. അത് അവനിൽ ഒത്തിരി സന്തോഷം നിറച്ചു. ദത്തൻ പറഞ്ഞ പോലെ അവൾ പൂർണ്ണ മനസ്സോടെ തന്നെ അവനെ സ്നേഹിക്കാൻ തയ്യാറാകുന്നവരെ അവൻ കാത്തിരിക്കുകയായിരുന്നു. താൻ ചെയ്തു പോയ തെറ്റിനാൽ അവളുടെ മനസ്സ് എത്രമാത്രം തകർന്നു പോയിട്ടുണ്ടാവും എന്ന തിരിച്ചറിവ് ഈ നാളുകൾക്കിടയിൽ തന്നെ അവന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പൂർണ്ണമായും തന്നെ അംഗീകരിക്കുന്ന നിമിഷത്തിനായി അവൻ ക്ഷമയോടെ കാത്തിരുന്നു. എന്നാൽ അതിനിടയിൽ ചെറിയ ചെറിയ കുസൃതികൾ അവൻ അവളിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ചെറു ഉമ്മകളും തലോടലുകളും അവൻ അവൾക്കായി നൽകുമ്പോൾ ആദ്യമൊക്കെ എതിർത്തിരുന്നവൾ പതിയെ അവ സ്വീകരിച്ചു തുടങ്ങി. അവളുടെ നാവിനാൽ ദേവേട്ട എന്ന വിളി കേൾക്കാനായി അവൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. ഓരോ ദിവസം അവനെ കളിപ്പിച്ചുകൊണ്ട് മുങ്ങുമ്പോൾ അവന്റെ പരിഭവത്തോടെയുള്ള മുഖം അവളെ ഹരം കൊള്ളിച്ചു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനിൽ നിന്ന് ഓടിമറിയുന്നവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് ആ ചുവന്ന ചുണ്ടിൽ അമർത്തി മുത്തുമ്പോൾ ആദ്യം പകപ്പോടെ നോക്കി നിന്നിരുന്നവൾ നാളുകൾ കഴിയും തോറും നാണത്താൽ മുഖം കുനിക്കുമായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോയി. രാജേശ്വരിയും തനുവുമായി പഴയതിനേക്കാൾ കൂടുതൽ അടുത്തു. ഏതു നേരവും അപ്പച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവൾ അവരുടെ പിന്നാലെ തന്നെ നടന്നു. അതുപോലെ ശ്രീദേവി ഇപ്പോൾ തനുവുമായി പ്രത്യക്ഷത്തിൽ കൊമ്പൂർക്കാനൊന്നും വരാറില്ല. ദത്തന്റെ അന്നത്തെ പ്രകടനത്തിന് ശേഷം അവനവരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിച്ചിരുന്നു. മകൻ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇനിയും താൻ അവളെ ദ്രോഹിച്ചാൽ തന്റെ മകൻ തന്നിൽ നിന്ന് അകന്നു പോകുമോ എന്ന ഭയം കൊണ്ടോ എന്നറിയില്ല. ശ്രീദേവി ഇപ്പോൾ തനുവിനോട് ഒന്നിനും പോവാറില്ല. എന്ന് വെച്ച് അവളോടുള്ള അവരുടെ മനോഭാവത്തിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. രേവതിയുടെ രക്തമെന്ന നിലയിൽ അവളോട് ഇപ്പോഴും അവർക്ക് വെറുപ്പ് തന്നെയാണ്. അതേ മനോഭാവം തന്നെയായിരുന്നു രാജശേഖരനും. എന്നാൽ ദത്തിനെ ഓർത്ത് അയാൾ ഒന്നിലും ഇടപെട്ടിരുന്നില്ല. രേവതിയുടെ അവസ്ഥയാണിപ്പോൾ വളരെ പരിതാപകരമായി മാറിയത്. കുഞ്ഞു അവരോട് ഇടപഴകുന്ന പോലെ തന്നെ പെരുമാറിയിരുന്നെങ്കിലും തനുവിന്റെ അവഗണന അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൊണ്ട് എത്തിച്ചു. തനു വീട്ടിലേക്ക് പോകുമെങ്കിലും കുഞ്ഞുവിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നല്ലാതെ രേവതിയെ ഒരു നോട്ടം കൊണ്ടുപോലും അവൾ പരിഗണിച്ചിരുന്നില്ല. സ്വന്തം കുഞ്ഞിനെ താൻ തന്നെയാണ് കൊന്നതെന്ന അവരുടെ വാക്കുകൾ അവളെ അത്രത്തോളം തകർത്തിരുന്നു. അതവരെ പൂർണ്ണമായി അവഗണിക്കാൻ അവളെ പ്രേരിപ്പിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ദത്തിന് ഓഫീസിൽ പോകാനുള്ള ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തനു. ഇപ്പോൾ ദത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അവൾ തന്നെയായിരുന്നു. ആദ്യമൊക്കെ ചെറിയ മടി തോന്നിയിരുന്നെങ്കിലും പതിയെ അവളെല്ലാം സ്വയം ഏറ്റെടുത്തു. ദത്തിനും അത് തന്നെയായിരുന്നു ഇഷ്ടം. ദത്തിന് ഇഷ്ടപ്പെട്ട ഒരു വൈറ്റ് ഷർട്ടാണ് അവൾ അയൺ ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിൽ ഏതൊരു പാട്ടിന്റെ വരികൾ അവളുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്നുമുണ്ട്. വാഷ്റൂമിൽ നിന്നും കുളി കഴിഞ്ഞിറങ്ങിയ ദത്തിന്റെ കണ്ണിൽ ആദ്യം പതിഞ്ഞത് ഈ ഒരു കാഴ്ചയായിരുന്നു. ഒരു മുണ്ടായിരുന്നു അവന്റെ വേഷം. തോളിലൂടെ ടവലിട്ട് അതിന്റെ ഒരു അറ്റം കൊണ്ട് മുടി തോർത്തിക്കൊണ്ടായിരുന്നു അവൻ ഇറങ്ങിയത്. അവനൊരു പുഞ്ചിരിയോടെ ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു. അയൺ ചെയ്ത ഷർട്ട് മടക്കി വെച്ച ശേഷം അയൺ ബോക്സ് ഓഫ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നിലൂടെ രണ്ട് കൈകൾ തന്നെ പുണരുന്ന് തനു അറിഞ്ഞത്. ആദ്യമൊന്ന് പരിഭ്രമിച്ചെങ്കിലും പതിയെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. തനു നനഞ്ഞ തന്റെ മാറിലേക്ക് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ആർദ്രമായ ശബ്ദത്തിൽ വിളിച്ചതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് പതിയെ ഒന്ന് മൂളി. ഐ ലവ് യു. പിൻകഴുത്തിൽ അമർത്തി മുത്തിക്കൊണ്ടവൻ അവളുടെ കാതിലായി പതിയെ മന്ത്രിച്ചതും അവളൊരു പുഞ്ചിരിയോടെ തല മാത്രം ചിരിച്ച് അവനെ ഒന്ന് നോക്കി. അവളുടെ നോട്ടം കണ്ട് അവൻ എന്താണെന്ന രീതിയിൽ പുരികമുയർത്തിയതും അവളുടെ ചുണ്ടിലൊരു കുസൃതി തെളിഞ്ഞു. ഓഫീസ് പോകാൻ നേരായി. കുസൃതി ചിരിയോടെ അവന്റെ കയ്യിൽ നിന്ന് കുതിരി മാറിക്കൊണ്ട് അവൾ പറഞ്ഞതും അതുവരെ വിടർന്നു നിന്നിരുന്ന അവന്റെ മുഖം ബലൂൺ പോലെ വീർത്തു വന്നു.
ആരാണ് നിന്റെ സാറ്? ഞാൻ ഏത് സ്കൂളിലാണ് നിന്നെ പഠിപ്പിച്ചത്? ദേഷ്യത്തോടെ തന്നെ നേരെ ചിരിക്കൊണ്ട് വരുന്നവർ നോക്കി അവളെ വിളിച്ചാണിച്ചു കൊടുത്തു. ഇന്നുകൊണ്ട് ഞാൻ നിർത്തിത്തരാം നിന്റെ ഈ സാറ് വിളി. ഇങ്ങോട്ട് വാടി. അതും പറഞ്ഞുകൊണ്ട് അവനവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത ശേഷം പതിയെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർക്കുമ്പോൾ അവളൊരു പിടപ്പോടെ അവനെ മുറുക്കെ പുണർന്നു. കാറ്റുപോലും കടക്കാനാവാത്ത വിധം അവളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് അവളുടെ ചുണ്ടിലെ തേർന്നു വരുമ്പോൾ ആ നിമിഷം പടിപ്പുര കഴിഞ്ഞൊരു കാറ് മനക്കിലെ മുറ്റത്തേക്ക് വന്നിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.